ഇപ്പോൾ ഡോക്ടർ പൊന്നുമണി വെറ്റിനറി ഡോക്ടറാണ്, ഒപ്പം ചേരുന്നു. പൊന്നുമണി, നമസ്കാരം. ഈ ആനയുടെ ഒരു പൊതു സ്വഭാവം അത് നിങ്ങൾ വെറ്റിനറി ഡോക്ടർമാർക്ക് മാത്രം വ്യക്തമാക്കാൻ കഴിയുന്നതാണ്. നാട്ടാനയായി കഴിഞ്ഞാൽ പിന്നീട് എങ്ങനെയായിരിക്കും? ഈ കാട്ടിലേക്ക് പോയി മറ്റാനകളുമായി ഒരുമിച്ച് ചേരാനുള്ള സാധ്യത ഉണ്ടോ? ആ സാധ്യത കുറവാണോ? നമുക്കിപ്പോൾ ഏറ്റവും അറിയേണ്ടത് ഈ കാട്ടിലേക്ക് കയറിപ്പോയ പുതുപ്പള്ളി സാധു തിരികെ വരുമോ, എത്തിക്കാൻ കഴിയുമോ എന്നതാണ്. ഒരു സംശയം വേണ്ട, ആന തിരിച്ചു തന്നെ വരും. കാരണം ആനയ്ക്ക് മറ്റ് ആനകളോട് ഇനി ഇടപഴകാൻ സാധിക്കില്ല. കാരണം ഇതൊരു നാട്ടാനയായിട്ട് ചട്ടം കൊടുത്ത് വളർത്തിയത് കൊണ്ട് കാട്ടിലെ ആനകളോട് ഇത് പൊരുത്തപ്പെട്ടു പോകാൻ യാതൊരു കാരണവശാലും സാധിക്കില്ല. അതുകൊണ്ട് ഈ ആന തിരിച്ചു തന്നെ വരും. അത് ആ പേടിച്ചിട്ട് കാട്ടിനകത്തേക്ക് കയറിപ്പോയതാണ്. മിക്കവാറും എനിക്ക് ഈ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഇതിന് ആവശ്യമുള്ള ചങ്ങല ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അറിയില്ല. ഇത് കാട്ടാനകളായി ചിത്രീകരിക്കാൻ വേണ്ടി സിനിമയുടെ കഥ ആവശ്യപ്പെടുന്നത് പോലെ കാട്ടാനകളായി ചിത്രീകരിക്കാൻ വേണ്ടി കൊണ്ടുവന്നതായതുകൊണ്ട് തന്നെ ചങ്ങല അഴിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അത് തന്നെയാണ്. എനിക്ക് ഇതൊരു 2006 തന്നെ എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നതാണ്. ഒരു ഹാപ്പി ഡെന്റ് എന്ന് പറഞ്ഞ ഒരു പരസ്യത്തിന് 13 ആനകളുടെ ഡ്യൂട്ടിക്ക് എനിക്ക് പോകേണ്ടി വന്നു. ആ 13 ആനകളെയും കൂടെ വെള്ളത്തിൽ ഇറക്കിയിട്ട് ഇവർ ചങ്ങലയൊന്നും ഇല്ലാതാക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല അന്ന്. കാരണം ചങ്ങല ഇട്ടിട്ട് വെള്ളത്തിൽ താഴ്ത്തിക്കോളൂ, അല്ലാതെ ആനയ്ക്ക് ഒരു ചങ്ങല ഇല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞതാണ്. ഇതുപോലെ ഇവിടെയും ആനയ്ക്ക് ചങ്ങല ഇല്ലാതെ ചെയ്തിട്ടുണ്ടാവും. അതെ, അങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതെ, ചങ്ങല ഇല്ലാതെ ആയതുകൊണ്ട് എന്തായാലും ഞാനൊന്ന് പറഞ്ഞ് ഈ ഇടിയും കൂടെ കിട്ടിയപ്പോൾ ഓടിപ്പോയതാണ്. അത് മിക്കവാറും ഇപ്പൊ അടുത്ത ദൂരത്തെ സ്ഥലത്തൊന്നും പോകാനുള്ള സാധ്യതയില്ല, എവിടെയെങ്കിലും മേഞ്ഞു നിൽക്കുന്നുണ്ടാവും. അത് തിരിച്ചു കൊണ്ടുവരാൻ അവർക്ക് സാധിക്കുകയും ചെയ്യും. അതിന് യാതൊരു സംശയമില്ല. ഈ മറ്റാനകളൊന്നും ഈ ആനച്ചൂരിന്റെ അടിസ്ഥാനത്തിൽ അടുത്തേക്ക് വരാനുള്ള സാധ്യതയില്ല എന്നാണോ ഡോക്ടർ ഉറപ്പിച്ചു പറയുന്നത്? വരാനുള്ള സാധ്യതയല്ല. ഈ ആന മറ്റാനകളുടെ അടുത്തേക്ക് പോകാനുള്ള യാതൊരു സാധ്യതയും ഇല്ല. ശരി, ഏതെങ്കിലും തരത്തിൽ ഉപദ്രവം ഏൽക്കാൻ കാട്ടാനകൾ ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമോ? ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഉപദ്രവിക്കാൻ പോയാൽ മാത്രമേ അത് തിരിഞ്ഞോടുള്ളൂ, എന്നിട്ട് ഉപദ്രവിക്കാൻ സാധിക്കുള്ളൂ. അല്ലാതെ തമ്മിൽ ഇടികൂടാനുള്ള സാധ്യതയൊന്നും ഞാൻ നോക്കിയിട്ട് എന്റെ ഈ ഇത്ര 10-30 കൊല്ലത്തിന്റെ അനുഭവത്തിനിടയ്ക്ക് കാണുന്നില്ല. മിക്കവാറും ഈ ആന മറ്റു ആനയുമായിട്ട് ഇടികൂടാനോ അല്ലെങ്കിൽ ആ ആനകൾ ഈ ആന ഇടിക്കാനോ ഒന്നും സാധ്യതയില്ല. പക്ഷേ ആ മറ്റു ആനകളുമായി പൊരുത്തപ്പെട്ടു പോകാൻ ഈ ആനയ്ക്ക് ഒരിക്കലും സാധിക്കില്ല. ശരി, വളരെ നന്ദി ഡോക്ടർ പൊന്നുമണി.